ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. അപ്പോൾ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ MSc ഫോറൻസിക് സയൻസ്, MSc കെമിസ്ട്രി, അതുപോലെ MSc ബയോ കെമിസ്ട്രി. ഈ 3 ക്വാളിഫിക്കേഷനുള്ള ആപ്ലിക്കൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫോറൻസിക് സയൻസ്. ഇപ്പോൾ ഈ ഫോറൻസിക് സയൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോറൻസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഫോറൻസിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും എങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഈ സബ്ജക്റ്റ് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ 110 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് വീക്കസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കുറച്ചും കൂടെ ഹാർഡായിട്ട് പഠിക്കാം. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൽ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കൂടെ ഇതിൻ്റെ അകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ നോക്കാം. എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ ഞാനൊന്ന് സ്ട്രക്ചറൈസ് ചെയ്തേക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 12 വീക്സിന് നമുക്ക് സിലബസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് ഫസ്റ്റ് ഒരു 12 വീക്സ് നോക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് 2 വീക്സിലോട്ട് നമുക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള റിവിഷൻ, അതായത് ഏതെങ്കിലും ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒരു എംഫസൈസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകളോട് കൂടി നെക്സ്റ്റ് 2 വീക്സിൽ നമുക്ക് നോക്കാം. ലാസ്റ്റിൽ വരുന്ന 1 വീക്കിൽ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഫൈനൽ ആയിട്ടുള്ള ഒരു റിവിഷനും. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എക്സാമിൻ്റെ പാറ്റേണിലുള്ള അതേ പാറ്റേണിൽ വരുന്ന MCQs നമുക്ക് സോൾവ് ചെയ്തിട്ട് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡേ 1 നമ്മൾ നോക്കുന്നത് ഫോറൻസിക് സയൻസിൻ്റെ ഡെഫിനിഷൻ, അതേപോലെ ഹിസ്റ്ററി, പിന്നെ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, അതേപോലെ എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഫോറൻസിക് സയൻറ്റിസ്റ്റ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഡേ 2 നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഡ്സ്, അതേപോലെ അതിൻ്റെ പവേഴ്സും ജൂറിസ്ഡിക്ഷനും. പിന്നെ ഡേ 3 ഫോറൻസിക് ജൂറിസ്പ്രുഡൻസ്. അപ്പോൾ ഈ ഫോറൻസിക് ജൂറിസ്പ്രുഡൻസിൽ വരുന്നത് ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ഇന്ത്യൻ പീനൽ കോഡിലെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് BNS ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ CRPC BNSS ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഭാരതീയ സാക്ഷ്യ അധിനിയമമായിട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ഫോറൻസിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ലോസും സെക്ഷൻസും ഒക്കെയാണ് നമ്മൾ ഈ ഫോറൻസിക് ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഡേ 4 നോക്കുകയാണെന്നെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഫോറൻസിക് സയൻസ് ലബോറട്ടറീസ് ഓഫ് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോൻ്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസസ്, ഈ കാര്യങ്ങളൊക്കെ, അതുപോലെ ഫോറൻസിക് സയൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡേ 4 ഡിസ്കസ് ചെയ്യും. ഇനി ഡേ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈം സീൻസ്, അതുപോലെ ക്രൈം സീനിലോട്ടുള്ള ഇൻട്രൊഡക്ഷനും, എങ്ങനെ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ കളക്ട് ചെയ്യാം, അതായത് ക്രൈം സീനിൽ ഡിഫറെൻറ്റ് ടെക്നിക്സ്, ഡോക്യുമെൻറ്റേഷൻ, അതിൻ്റെ പ്രിസർവേഷൻ, കളക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡേ 5 നോക്കുന്നത്. ഇനി ഡേ 6 വരുമ്പോഴത്തേക്കും ഈ നമ്മൾ 5 ഡേയ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും റിവിഷനും ഒരു ചെറിയൊരു ഡിസ്കഷനും ആയിരിക്കും നമ്മൾ ഡേ 6 നോക്കുന്നത്. ഇനി ഡേ 7 വരാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്സും നമ്മൾ ഡേ 7 കവർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോക്യുമെൻറ്റേഷനിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി, പിന്നെ നോട്ട് മേക്കിംഗ്, സ്കെച്ച് മേക്കിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡേ 7 പഠിക്കും. ഇനി ഡേ 8 നമ്മൾ ഹെയർ ആൻഡ് ഫൈബർ അനാലിസിസ് ആണ് നോക്കുന്നത്. അതിലിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെയർ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്, പിന്നെ ഇതിൻ്റെയൊക്കെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ കെമിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ 8 ഡിസ്കസ് ചെയ്യും. ഡേ 9 നമ്മൾ ഫോറൻസിക് ഫിസിക്സിലോട്ട് കിടക്കാം. ഫോറൻസിക് ഫിസിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സോയിൽ വരും, പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റ്, ലാക്വേഴ്സ്, വാർണിഷസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡേ 9 ഡേ 10 നമ്മൾ പഠിക്കും. ഡേ 11 വരുമ്പോഴത്തേക്കും നമുക്ക് സിമെൻറ്റ്, മോർട്ടാർ, കോൺക്രീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡേ 11 ഇതിൻ്റെ എക്സാമിനേഷനും ഇതിൻ്റെ അനലൈസിസും ഫോറൻസിക് സിഗ്നിഫിക്കൻസും നമ്മൾ ഡേ 11 കവർ ചെയ്യും. ഡേ 12 ഇപ്പം നമ്മൾ പഠിച്ച സെക്കൻഡ് മൊഡ്യൂളിൻ്റെ റിവിഷനും അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആണ് ഡേ 12 നോക്കുന്നത്. ഇനി ഡേ 13 വരുമ്പോൾ മോഡ്സ് ആൻഡ് മാനേഴ്സ് ഓഫ് ഡെത്ത്. അപ്പോൾ നമ്മൾ ഡേ 13 തൊട്ടിട്ട് നമ്മൾ ഫോറൻസിക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. ഫോറൻസിക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ 13 തൊട്ടാണ്. അതിൽ നമ്മൾ മോഡ്സ് ആൻഡ് മാനേഴ്സ് ഓഫ് ഡെത്ത്, പിന്നെ ഡേ 14 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷൽ ഒഫൻസസ്, അതിൻ്റെ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസസ്, പിന്നെ ഒരു സെക്ഷൽ ഒഫൻസസ് കേസുകളിൽ എങ്ങനെയാണ് അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്യുന്നത്, എവിഡൻസ് എങ്ങനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളും
പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ലോയിലുള്ള അമെൻമെൻറ്റ്സും നമ്മൾ ഡേ 14 ഡിസ്കസ് ചെയ്യും. ഡേ 15 പോസ്റ്റ്മോർട്ടം ചേഞ്ചസും അതേപോലെ തന്നെ ടൈം സിൻസ് ഡെത്തിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷനും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ ഡേ 15 നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഡേ 16 നോക്കുകയാണെങ്കിൽ ആന്ത്രപ്പോളജി, ഫോറൻസിക് ആന്ത്രപ്പോളജി നമുക്ക് ഡേ 16 സ്റ്റാർട്ട് ചെയ്യാം. അതായത് സ്കെലറ്റൽ റിമെയിൻസ് വെച്ചിട്ട് എങ്ങനെ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ, അതേപോലെ സെക്സ്, ഏജ്, സ്റ്റേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ സ്കെലറ്റൽ റിമെയിൻസിൽ നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡേ 16 പഠിക്കും. ഡേ 17 സ്കൾ സൂപ്പർ ഇമ്പോസിഷനും ഫേഷ്യൽ റീകൺസ്ട്രക്ഷനും നമ്മൾ നോക്കും. ഡേ 18 ഫോറൻസിക് ഓഡന്റോളജി നമുക്ക് കവർ ചെയ്യാം. ഫോറൻസിക് ഓഡന്റോളജിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മുടെ ഡെൻഡിഷൻ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഹ്യൂമൻ ഡെൻഡിഷൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ബൈറ്റ് മാർക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറൻസിക് സിഗ്നിഫിക്കൻസസ്, ഇതെല്ലാം നമ്മൾ ഡേ 18 കവർ ചെയ്യും. പിന്നെ ഡേ 19 ടീത്തിൽ നിന്നുള്ള ഏജ് എസ്റ്റിമേഷൻ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഏജ് എസ്റ്റിമേഷൻ എങ്ങനെ ടീത്തിൽ നിന്നും കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ ഡേ 19 നമുക്ക് കവർ ചെയ്യാം. ഡേ 20 കീലോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേക്കും ലിപ് പ്രിൻറ്റിൻ്റെ അനാലിസിസ്, അപ്പോൾ ഇത് നമ്മൾ ഡേ 20 കവർ ചെയ്യും. ഡേ 21 അസ്ഫിക്സിയ, അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസ്ഫിക്സിയയും അതിൻ്റെ ഡിഫറെൻറ്റ് സയൻസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡേ 21 പഠിക്കും. ഡേ 22 ഇഞ്ചുറീസ്, അതുപോലെ വൂൺസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ്. ഡേ 23 ഇപ്പം നമ്മൾ ഫോറൻസിക് മെഡിസിൻ എല്ലാം ഡിസ്കസ് ചെയ്തതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷനും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനും നമുക്ക് ഡേ 23 പ്ലാൻ ചെയ്യുന്നു. ഇനി ഡേ 24 ടോക്സിക്കോളജിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഡേ 24 അനാലിസിസ് ഓഫ് ഇല്ലിസിറ്റ് ലിക്കേഴ്സ്, അതേപോലെ എത്തനോളിൻ്റെ പ്രസൻസ് എങ്ങനെ ബയോളജിക്കൽ ഫ്ലൂയിഡ്സിലും ബ്രെത്തിലും കണ്ടുപിടിക്കാം എന്നുള്ളത് ഡേ 24 നമ്മൾ നോക്കും. ഡേ 25 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് പോയ്സൺസ്, അതേപോലെ അതിൻ്റെ മോഡ് ഓഫ് ആക്ഷനും നമ്മൾ 25th ഡേയിൽ പഠിക്കും. ഇനി ഡേ 26 ഡ്രഗ് അബ്യൂസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഓഫ് അബ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നാർക്കോട്ടിക്സ്, ഹിപ്നോട്ടിക്സ്, അതേപോലെ സെഡേറ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡേ 26 കവർ ചെയ്യും. പിന്നെ ഡേ 27 ഇൻസെക്ടിസൈഡിൻ്റെയും പെസ്റ്റിസൈഡിൻ്റെയും ടോക്സിക്കോളജിക്കൽ അനാലിസിസും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനുമാണ് 27th ഡേയിൽ നോക്കുന്നത്. ഡേ 28 നമ്മൾ കോമൺ ആയിട്ടുള്ള പോയ്സൺസിൻ്റെ വിസറൽ സാമ്പിൾസിൽ നിന്നും ബോഡി ടിഷ്യൂസിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും എങ്ങനെ ഈ പോയ്സൺസിനെ എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ 28th ഡേയിൽ നോക്കും. ഡേ 29 ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള 4th യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവിഷനും അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമാണ് നമ്മൾ ഡേ 29 പ്ലാൻ ചെയ്യുന്നത്. ഇനി ഡേ 30 വരുമ്പോഴത്തേക്കും നമ്മൾ ബാലിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യും, ഫോറൻസിക് ബാലിസ്റ്റിക്സ്. അപ്പോൾ അതിൽ ഫയർ ആംസിൻ്റെ എക്സാമിനേഷൻ, ഫയർ ആംസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ടൈൽസ്, അതെല്ലാം നമ്മൾ ഡേ 30 കവർ ചെയ്യും. ഇനി ഡേ 31 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമ്യൂണിഷനും അതിൻ്റെ കോമ്പോസിഷനും എക്സാമിനേഷനും. ഡേ 32 ടൈപ്സ് ഓഫ് ബാലിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ബാലിസ്റ്റിക്സ് ഉണ്ട്: ഇന്റേണൽ ബാലിസ്റ്റിക്സ്, എക്സ്റ്റേണൽ ബാലിസ്റ്റിക്സ്, അതുപോലെ ടെർമിനൽ ബാലിസ്റ്റിക്സ് അഥവാ വൂണ്ട് ബാലിസ്റ്റിക്സ്. ഇതെല്ലാം നമ്മൾ ഡേ 32 കവർ ചെയ്യും. ഇനി ഡേ 33 നമ്മൾ GSR ആണ് നോക്കുന്നത്, അതായത് ഗൺ ഷോട്ട് റെസിഡ്യൂ അനാലിസിസ്, ഇതെങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളത്, അതിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ, ഇതെല്ലാം നമ്മൾ ഡേ 33 നോക്കും. ഡേ 34 നമ്മൾ പ്രൊജക്ടൈൽ ഫിനോമിനൻ എങ്ങനെയാണെന്ന് പഠിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിക്കോഷറ്റ് വുഡ് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡിസ്ചാർജ്, ഇതൊക്കെ എങ്ങനെയാണ് ഡിഫറെൻറ്റ് പ്രൊജക്ടൈൽസിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡേ 34 ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 35 ഡിറ്റർമിനേഷൻ ഓഫ് റേഞ്ച് ആൻഡ് വെലോസിറ്റി ഇൻ ഫയർ ആംസ്. ഡേ 36 ഫോറൻസിക് എക്സ്പ്ലോസീവ്സ് അല്ലെങ്കിൽ ആർസൺ കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ആർസൺ കേസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻറ്റൻഷണൽ ഫയർ കേസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡേ 36 കവർ ചെയ്യും. ഡേ 37 അനാലിസിസ് ഓഫ് ഡിഫറെൻറ്റ് പെട്രോളിയം പ്രോഡക്ട്സ്. ഡേ 38 എക്സ്പ്ലോസീവ്സിൻ്റെ ടൈപ്സും അനാലിസിസും നോക്കും. ഡേ 39 ബോംബ്സും IEDs എന്ന് പറയുമ്പോൾ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ്, ഇതിൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഡേ 39 നമ്മൾ കവർ ചെയ്യും. ഡേ 40 ആർസൺ കേസസിലും എക്സ്പ്ലോഷൻ കേസസിലും ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യും. ഡേ 41 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റിവിഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും. ഡേ 42 നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇൻസ്ട്രുമെൻറ്റേഷനിൽ നമുക്ക് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ഡേ 42 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിയുടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 മൈക്രോസ്കോപ്സിനെ പറ്റിയിട്ടാണ് അന്ന് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പാരിസൺ മൈക്രോസ്കോപ്പും പിന്നെ സ്റ്റീരിയോ മൈക്രോസ്കോപ്പും.
ഇനി ഡേ 43 ഇതിൻ്റെ മൈക്രോസ്കോപ്പിൻ്റെ ബാലൻസ് ആയിട്ടുള്ള പോളറൈസിങ് മൈക്രോസ്കോപ്പും ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പും നമ്മൾ കവർ ചെയ്യും. ഡേ 44 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ ടൈപ്സ്, ഫോർ എക്സാമ്പിൾ സെമ്മും ടെമ്മും എല്ലാം നമ്മൾ ഡേ 44 കവർ ചെയ്യും. ഡേ 45 എക്സ്റേസ് ആൻഡ് എക്സ്റേ ബേസ്ഡ് ടെക്നീക്സ്, അതേപോലെ അതിൻ്റെ ഫ്ലൂറസെൻസും ഡിഫ്രാക്ഷനും നമ്മൾ കവർ ചെയ്യും. ഡേ 46 ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് നമ്മൾ നോക്കും. പിന്നെ ഡേ 47 മാസ് സ്പെക്ട്രോസ്കോപ്പി. ഡേ 48 സ്പെക്ട്രോസ്കോപ്പിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UV സ്പെക്ട്രോസ്കോപ്പി, അതേപോലെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഡേ 49 ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, അതിൽ തന്നെ ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ രാമൻ സ്പെക്ട്രോസ്കോപ്പി, ഇതൊക്കെ നമ്മൾ ഡേ 49 കവർ ചെയ്യും. ഡേ 50 നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയിൽ തന്നെ അറ്റോമിക് അബ്സോർപ്ഷനും അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പീസും നമ്മൾ കവർ ചെയ്യും. ഡേ 51 ക്രൊമാറ്റോഗ്രഫിയുടെ ബേസിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വിത്ത് TLC, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയും അതുപോലെ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഡേ 52 കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ്, ഫോർ എക്സാമ്പിൾ HPLC, പിന്നെ HPTLC, അതേപോലെ ഈ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള TLCയും GCയും എല്ലാം വെച്ചിട്ടുള്ള ഹൈഫനേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സ്, ഇതൊക്കെ എങ്ങനെ മാസ് സ്പെക്ട്രോസ്കോപ്പിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻറ്റേഷനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹൈഫനേറ്റഡ് ടെക്നിക്സിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നോക്കും. ഇനി ഡേ 53 നമ്മൾ ഇലക്ട്രോഫോറസിസ്, അതിൽ നമ്മൾ PCRും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ഡേ 54 ഇമ്മ്യൂണോ അസേസ് നമ്മൾ പഠിക്കും. ഡേ 55 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറൻസിക് ഫോട്ടോഗ്രാഫി, അതിൽ മിഡ് റേഞ്ച് ഫോട്ടോഗ്രാഫി, ക്ലോസ് റേഞ്ച് ഫോട്ടോഗ്രാഫി, ഓവർവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ 55 കവർ ചെയ്യും. ഡേ 56 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റിവിഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും. ഇനി ഡേ 57 സൈബർ ഫോറൻസിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സൈബർ ഫോറൻസിക്സിൽ മെയിനായിട്ടും ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ടെക്നോളജി, അതേപോലെ കമ്പ്യൂട്ടർ ഫോറൻസിക് എവിഡൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിൻ്റെ ക്യാപ്ചറൈസേഷൻ, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഡേ 58 ടൈപ്സ് ഓഫ് ഡിജിറ്റൽ എവിഡൻസും അതേപോലെ അതിൻ്റെ സീഷർ എങ്ങനെയാണ്, അതേപോലെ അതിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഡേ 59 മൊബൈൽ ഫോറൻസിക് സയൻസിൻ്റെ ടൂൾസും അതിൻ്റെ അനാലിസിസും എക്സാമിനേഷനും നമ്മൾ നോക്കും. ഡേ 60 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോമെട്രിക് സിസ്റ്റംസ്, അതേപോലെ അതിൻ്റെ റെലവൻസും അതിൻ്റെ വേരിയസ് ആപ്ലിക്കേഷൻ ലെവലും നമ്മൾ നോക്കും. ഡേ 67 ഫോറൻസിക് ഓഡിയോ അനാലിസിസ് ആണ്. ഡേ 62 വോയിസ് അനാലിസിസ്, അല്ലെങ്കിൽ വോയിസ് അനാലിസിസിൻ്റെ കൂടെ നമുക്ക് ഹ്യൂമൻ വോയിസ് അപ്പാരറ്റസിൻ്റെ സ്ട്രക്ചറും കൂടി നമ്മൾ ഡേ 62 ഡിസ്കസ് ചെയ്യും. ഡേ 63 നമ്മൾ ക്രിമിനൽ പ്രൊഫൈലിങ്ങിൽ പോളിഗ്രാഫും നാർക്കോ അനാലിസിസും ബ്രെയിൻ മാപ്പിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഡേ 64 ഇതിലെല്ലാം നമ്മൾ റിവിഷൻ, ഈ വൺ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാത്തിൻ്റെയും റിവിഷനാണ് നമ്മൾ ഡേ 64 നോക്കുന്നത്. ഇനി ഡേ 65 നമ്മൾ സെറോളജി സ്റ്റാർട്ട് ചെയ്യും. ഫോറൻസിക് സെറോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അന്ന് നമ്മൾ ബ്ലഡ് സ്റ്റെയിൻസിനോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് നമ്മൾ ബ്ലഡ് സ്റ്റെയിൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ്, പിന്നെ സ്പീഷീസ് ഓഫ് ഒറിജിൻ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ള ടെസ്റ്റുകളെ പറ്റി നമ്മൾ പഠിക്കും. ഡേ 66 നമ്മൾ സെമിനൽ ഫ്ലൂയിഡ്സ് എങ്ങനെ അനലൈസ് ചെയ്യാം, അതിൻ്റെ ഡിറ്റക്ഷനും അതിൻ്റെ ഗ്രൂപ്പിങ്ങും നമ്മൾ പഠിക്കും. ഡേ 67 ഫോറൻസിക് സിഗ്നിഫിക്കൻസിലുള്ള ഡിഫറെൻറ്റ് സെറം പ്രോട്ടീൻസും അതിൻ്റെ എൻസൈംസും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഡേ 68 DNA പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തും. DNA പ്രൊഫൈലിംഗ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻ ഫോറൻസിക് സയൻസ്, ഇതെല്ലാം നമ്മൾ ഡേ 68 പഠിക്കും. ഡേ 69 RNA പ്രൊഫൈലിങ്ങും അതേപോലെ തന്നെ RNA പ്രൊഫൈലിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസും. ഡേ 70 ഡിസ്പ്യൂട്ടഡ് പെറ്റേണിറ്റിയും ഡിസ്പ്യൂട്ടഡ് മെറ്റേണിറ്റിയും എങ്ങനെ ഫോറൻസിക് കേസിൽ റിയൽ കേസസിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡേ 70 പഠിക്കും. ഡേ 71 ആ വീക്കിൽ ഫുള്ളായിട്ടുള്ളൊരു റിവിഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും. ഇനി ഡേ 72 നമ്മൾ ഇംപ്രഷൻസ്, ഫോറൻസിക് ഇംപ്രഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിൽ ടൂൾ മാർക്സ് ആണ് ഡേ 72 നമ്മൾ പഠിക്കുന്നത്. ഡേ 73 നമ്മൾ വേറൊരു ഇംപ്രഷൻ ആയിട്ടുള്ള ട്രാക്ക് മാപ്സും ഫുഡ് പ്രിൻസും ഷൂ പ്രിൻസും ടയർ മാർക്കും അതിൻ്റെ പ്രിസർവേഷനും അതിൻ്റെ കാസ്റ്റിങ്ങും എക്സാമിനേഷനും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഇനി ഡേ 74 വരുമ്പോഴത്തേക്കും വൈൽഡ് ലൈഫ് ഫോറൻസിക്സ്, അതിൻ്റെ ആക്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആക്ട്, പിന്നെ അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, എവിഡൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എവിഡൻസ് എങ്ങനെ കളക്ട് ചെയ്യുന്നു, പ്രിസർവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡേ 74 നോക്കും. ഡേ 75 ഫോറൻസിക് എൻഡമോളജി, ഇൻസെക്ട്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ പോസ്റ്റ്മോർട്ടം ഇൻ്റർവെൽസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു, പിന്നെ ഇൻസെക്ട്സ് എങ്ങനെ ഒരു ക്രൈം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡേ 75 പഠിക്കും. ഡേ 76 ഫോറൻസിക് സൈക്കോളജിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂൾസും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള
ഇൻസാനിറ്റി റൂൾസ് ഇതെല്ലാം നമ്മൾ ഫോറൻസിക് സൈക്കോളജിയിൽ ഡേ 76 പഠിക്കും. ഇനി ഡേ 77 ആ വീക്കിൽ ഫുള്ളായിട്ടുള്ള റിവിഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും. ഇനി ഡേ 78 നമ്മൾ ഫോറൻസിക് ക്വസ്റ്റ്യൻ ഡോക്യുമെൻറ്റ്സ് നോക്കും. ക്വസ്റ്റ്യൻ ഡോക്യുമെൻറ്റ്സിൻ്റെ ടൈപ്സും അതിൻ്റെ ഫോറൻസിക് എക്സാമിനേഷനുമാണ് നമ്മൾ ഡേ 78 നോക്കുന്നത്. ഡേ 79 ഡോക്യുമെൻറ്റ്സിൻ്റെ ഏജ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു, അതുപോലെ ഇങ്ക്സിൻ്റെ സ്റ്റഡി, പേപ്പേഴ്സിൻ്റെ സ്റ്റഡി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സയൻറ്റിഫിക് എക്സാമിനേഷൻ, ഇതാണ് നമ്മൾ ഡേ 79 പ്ലാൻ ചെയ്യുന്നത്. ഇനി ഡേ 80 നമ്മൾ ഓൾട്ടറേഷൻസ്, ഒബ്ലിറ്ററേഷൻസ്, അഡീഷൻസ്, ഇങ്ങനെയുള്ള ഫോർജറീസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിനെ എങ്ങനെ എക്സാമിൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി. ഡേ 81 നമ്മൾ ഹാൻഡ് റൈറ്റിംഗ്, ഗ്രാഫോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഫോറൻസിക് ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് ഡേ 81. അതിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫാക്ടേഴ്സ്, അതിൻ്റെ ഇൻഡൻറ്റേഷൻ, സീക്രട്ട് റൈറ്റിംഗ്, ചാർഡ് ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡേ 81 നമ്മൾ കവർ ചെയ്യും. ഡേ 82 നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ്സ്, അതേപോലെ പ്രിൻറ്റഡ് മാറ്റർ എക്സാമിനേഷനുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡോക്യുമെൻറ്റ്സ്, ഇതാണ് ഡേ 82 നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി ഡേ 83 ക്രെഡിറ്റ് കാർഡ്സിൻ്റെ എക്സാമിനേഷനും അതേപോലെ തന്നെ വേരിയസ് ടൈപ്പ് ഓഫ് സിമിലർ, ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡ്സിനെ പോലെ തന്നെയുള്ള സിമിലർ മെറ്റീരിയൽസിൻ്റെ എക്സാമിനേഷനും അതിൻ്റെ അനാലിസിസും. ഡേ 84 ആ വീക്കിലുള്ള പ്രോപ്പറായിട്ടുള്ള റിവിഷനും അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും. ഇനി ഡേ 85 നമ്മൾ ഫോറൻസിക് സയൻസിൻ്റെ ഹിസ്റ്ററി ഇൻട്രൊഡക്ഷൻ നമ്മൾ റിവിഷൻ ചെയ്യും. നമ്മൾ 84 വരെ നമ്മളെല്ലാം കോഴ്സ് സിലബസ് നമ്മൾ 84 ഡേ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ 85th ഡേ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എഗെയിൻ ആയിട്ടുള്ളൊരു റിവിഷനാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഇൻറ്റൻസ് ആയിട്ട് ഓരോ ടോപ്പിക്കും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിൽ കൂടെ നമുക്ക് വീണ്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഡേ 85 നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷൻ നോക്കും. ഡേ 86 ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ. ഡേ 87 നമുക്ക് ഫിസിക്കൽ എവിഡൻസസ്. ഡേ 88 ഫോറൻസിക് മെഡിസിൻ. ഡേ 89 ഫോറൻസിക് ഓഡോണ്ടോളജി. ഡേ 90 ആന്ത്രപ്പോളജിയിൽ നമ്മൾ സ്കെലറ്റൽ റിമെയിൻസും അതിൻ്റെ സെക്സ്, ഏജ്, സ്റ്റേച്ചർ, ഇതെല്ലാം എക്സാമിനേഷനും നമ്മൾ നോക്കും. ഇനി ഡേ 91 നമ്മൾ ഫോറൻസിക് ടോക്സിക്കോളജിയുടെ റിവിഷൻ നോക്കും. ഡേ 92 ബാലിസ്റ്റിക്സിൻ്റെ റിവിഷൻ. ഡേ 93 ഫയർ ആൻഡ് ആർസൺ ഇൻവെസ്റ്റിഗേഷൻസ്, അതിൻ്റെ പിന്നെ അതോടുകൂടി തന്നെ നമ്മൾ ഇംപ്രഷൻസ്, ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിൻറ്റ്സ് അല്ലെങ്കിൽ ഷൂ പ്രിൻറ്റ്സ്, ഫുഡ് പ്രിൻറ്റ്സ്, ഇങ്ങനെയുള്ള ഇംപ്രഷൻസ് നമ്മൾ ഡേ 93 കവർ ചെയ്യും. ഡേ 94 നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ, മൈക്രോസ്കോപ്പി, സ്പെക്ട്രോസ്കോപ്പി, ക്രൊമാറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോസ്കോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേ 94 ഇൻസ്ട്രുമെൻറ്റേഷൻ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഡേ 95 നമ്മൾ സൈബർ ഫോറൻസിക്സിൻ്റെ റിവിഷൻ നോക്കും. ഡേ 96 ക്രിമിനോളജിയിൽ ഉള്ള റിവിഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും നോക്കാം. ഡേ 97 ബയോളജി, സെറോളജി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ. അപ്പോൾ വീക്ക് ആയിട്ടുള്ള ഏരിയാസൊക്കെ നമുക്ക് ആ റിവിഷനിൽ കവർ ചെയ്യാം. ഡേ 98 DNA പ്രൊഫൈലിംഗ്, അതേപോലെ ഫോറൻസിക് എൻഡമോളജി, പിന്നെ വൈൽഡ് ലൈഫ് ഫോറൻസിക്സ്, ഇതിൻ്റെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ. ഡേ 99 ഫോറൻസിക് സൈക്കോളജി, അതിൽ ഡിഫറെൻറ്റ് ഇൻസാനിറ്റി റൂൾസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യും. ഡേ 100th ഡേയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡോക്യുമെൻറ്റ്സിൻ്റെ റിവിഷൻ. ഇനി ഡേ 100 കൂടി നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള വീക്ക് ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്തു, റിവിഷൻ എല്ലാം കവർ ചെയ്തു. ഇനിയുള്ള ഡേയ്സിൽ നമുക്ക് മോക്ക് ടെസ്റ്റും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡേ 101 ആ ഡേയിൽ നമ്മൾ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഡേ 102 നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഡേ 103 മോക്ക് ടെസ്റ്റ് 2. ഡേ 104 അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഡേ 105 തേർഡ് മോക്ക് ടെസ്റ്റ് നടത്തുന്നു. ഡേ 106 അതിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കഷനും. ഡേ 107 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആ ഏരിയാസൊക്കെ നമ്മൾ കവർ ചെയ്യും ഡേ 107. ഇനി ഡേ 108 നമ്മൾ ക്വിക്ക് ആയിട്ടുള്ള റീക്യാപ്പ്, നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്തൊക്കെ നമ്മൾ ഇനി ഒന്നും കൂടെ ക്വിക്കായിട്ട് റീബ്രഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ 108 നമ്മൾ നോക്കും. ഡേ 109 നമ്മളൊരു ക്വിക്ക് ആയിട്ടുള്ളൊരു സമ്മറിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഡേ 110 ഫൈനൽ ആയിട്ടുള്ള ഒരു റിവിഷൻ. ഇനി വരുന്നത് നമ്മളെങ്ങനെ ഒരു പ്രോപ്പർ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെ ഈ കോഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഫോറൻസിക് സയൻസിൽ പർട്ടിക്കുലർലി നമ്മളെങ്ങനെ ഫോറൻസിക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അതേ ഫോറൻസിക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ലെവലിൽ ഈ സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എല്ലാ സിലബസ് മൊഡ്യൂൾസും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിനെ സിലബസ് വൈസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി നമുക്കതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കണ്ടുപിടിക്കുന്നു. സ്റ്റഡി മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സും ബുക്ക് റെഫറൻസസും എല്ലാം വെച്ചിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇനി ഇപ്പം നമ്മൾ തേർഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിലബസും സ്റ്റഡി പ്ലാനും വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു.
ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച്, അപ്പോൾ നമ്മൾ സിലബസിൽ നമ്മൾ തിയറട്ടിക്കൽ പാർട്ടാണ് നമ്മൾ കൂടുതലും കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടും അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തുമാണ് നമുക്കിതിലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വീക്ക്ലി റിവിഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റെപ്പിൽ കൂടെ നമുക്ക് ഈ എക്സാമിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത്ര നേരം സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്തു. ഒരു 110 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഓൾട്ടറേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുത്താം. ഇപ്പോൾ MSc ഫോറൻസിക് സയൻസ് കഴിഞ്ഞവർക്കാണെങ്കിലും കുറച്ചും കൂടിയും ഈ ഡീറ്റെയിൽസ്, ഈ ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ അവർക്ക് ആ ഫീൽഡ്സിലുണ്ടാവും. ഇനി അഥവാ MSc കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും ബയോ കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിലും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇപ്പം നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവാം, പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവരുണ്ടാവാം. ഇനി സിലബസ് വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എത്രയും നേരത്തെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നേരത്തെ നമ്മൾ മാക്സിമം നമുക്ക് പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് നമുക്കിതിൽ എക്സാമിനേഷൻ പാസ്സാവുന്നതിനേക്കാട്ടിലും ഉപരി ഒരു റാങ്കും കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലോട്ട് ഇപ്പോഴേ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റാങ്കും കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഏണസ്റ്റ് അക്കാഡമി ഇതിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ വരെയുള്ള ഒരു കോച്ചിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട്, അതേപോലെ മോക്ക് അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റുകൾ, പിന്നെ എക്സാമിനേഷൻ വരെയുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്, പിന്നെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വഴി നിന്നുള്ള മെൻറ്റർഷിപ്പും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.